ഹലോ എവരിവൺ, ലേൺ ചൈനീസ് വിത്ത് ദീപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ചൈനീസ് റൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബാക്ക് ബോണായ സ്ട്രോക്ക് ഓർഡർ റൂൾസിനെ പറ്റിയാണ്. ചൈനീസ് ലെറ്റേഴ്സ് അഥവാ ക്യാരക്ടേഴ്സ് എഴുതുന്നത് ഒരു ആർട്ടാണ്. എല്ലാ ചൈനീസ് അക്ഷരവും നിരവധി സ്ട്രോക്സ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒരു സ്ട്രോക്ക് ഈവൻ എ സ്മോൾ ലൈൻ, ഡോട്ട് ഓർ കർവ് ആകാം. പക്ഷേ അതെങ്ങനെ എഴുതണം എന്നതിന് റൂൾസ് ഉണ്ട്. അതാണ് സ്ട്രോക്ക് ഓർഡർ. ഇത് ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് പോലെയാണ്. വേർഡ്സ് സ്പെല്ലിംഗ് ചെയ്യുന്ന പോലെ ക്യാരക്ടർ എഴുതുന്ന ഓർഡറും അതിൻ്റെ ഫിക്സ്ഡ് പാറ്റേണുമാണ്. ആ പാറ്റേൺ പാലിച്ചാൽ ക്യാരക്ടർ പെർഫെക്റ്റ് ആവും, ഹാൻഡ് റൈറ്റിംഗ് ബാലൻസ്ഡ് ആവും. ഈസിയായി ചൈനീസ് ക്യാരക്ടർ നമുക്ക് ഓർത്തും വയ്ക്കാം. ഇനി നമുക്ക് ഓരോ സ്ട്രോക്ക് റൂൾസും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. റൂൾ നമ്പർ 1, ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴേക്ക്. മിക്ക ചൈനീസ് ക്യാരക്ടേഴ്സ് മുകളിൽ നിന്ന് തുടങ്ങി താഴേക്ക് പോകും. മുകളിലെ ലൈൻ ആദ്യം, പിന്നെ സെക്കൻഡ്, പിന്നെ ബോട്ടം ലൈൻ. റൂൾ നമ്പർ 2, ലെഫ്റ്റ് ടു റൈറ്റ്, ഇടതു നിന്ന് വലത്തേക്ക്. ഇത് ഏറ്റവും കോമൺ ആയ റൂളാണ്. ആൾവേസ് റൈറ്റ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. റൂൾ നമ്പർ 3, ഹൊറിസോണ്ടൽ ബിഫോർ വെർട്ടിക്കൽ. റൈറ്റ് ഹൊറിസോണ്ടൽ സ്ട്രോക്സ് ബിഫോർ വെർട്ടിക്കൽ. ആദ്യം ഹൊറിസോണ്ടൽ സ്ട്രോക്ക്, അതിനുശേഷം വെർട്ടിക്കൽ സ്ട്രോക്ക്. റൂൾ നമ്പർ 4, സെൻറ്റർ ബിഫോർ സൈഡ്സ്. ആദ്യം മിഡിൽ സ്ട്രോക്ക്, അതിനുശേഷം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്ട്രോക്സ്. ഇത് ക്യാരക്ടേഴ്സിന് ബാലൻസിങ് നൽകുന്നു. റൂൾ നമ്പർ 5, ഔട്ട്സൈഡ് ബിഫോർ ഇൻസൈഡ്. പുറത്തുള്ളത് ആദ്യം, പിന്നെ ഉള്ളിലുള്ളത്. ആദ്യം ഔട്ടർ ബോക്സ് എഴുതണം, പിന്നെ ഇന്നർ ബോക്സ്. പക്ഷേ ഔട്ടർ ബോക്സ് ക്ലോസ് ചെയ്യുന്നത് ലാസ്റ്റിലാണ്, സോ ദാറ്റ് ഇൻസൈഡ് പാർട്ട് എഴുതാൻ നമുക്ക് സ്പേസ് കിട്ടും. റൂൾ നമ്പർ 6, ക്ലോസ് ദ ഫ്രെയിം ലാസ്റ്റ്. ഫ്രെയിം അവസാനത്തിൽ അടയ്ക്കുക. ബാക്കിയുള്ള സ്ട്രോക്സ് എല്ലാം എഴുതിയതിനു ശേഷം നമ്മൾ അവസാനം മാത്രം ഔട്ടർ ബോക്സ് ക്ലോസ് ചെയ്യണം. റൂൾ നമ്പർ 7, dots and minor strokes. Add dots and small strokes at the end. ഇത് കാലിഗ്രഫി ഫീൽ നൽകും ക്യാരക്ടേഴ്സിന്. അതുപോലെ തന്നെ ഒരു സിഗ്നേച്ചർ ഫിനിഷിംഗ് ടച്ചും കൂടി നൽകും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം, എന്തിനാണ് ഇത്ര റൂൾ? കാരണം സ്ട്രോക്ക് ഓർഡർ ശരിയായി പഠിച്ചാൽ റൈറ്റിംഗ് നീറ്റാവും, ക്യാരക്ടേഴ്സ് ഈസിലി മെമ്മറൈസ് ചെയ്യാനാവും, കലിയോഗ്രാഫി ഇംപ്രൂവ് ആവും, റീഡിംഗ് സ്പീഡ് കൂടി വർദ്ധിക്കും. ചൈനീസ് ഹാൻഡ് റൈറ്റിംഗിൽ ഒരു റിതമുണ്ട്. അത് ഫീൽ ചെയ്യുന്നത് ഈ സ്ട്രോക്ക് ഓർഡർ പഠിച്ചാൽ മാത്രമേ സാധിക്കൂ. ഇഫ് യു എൻജോയ്ഡ് ദിസ് ലെസൺ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റ് ഭാഷകൾ പോലെ സിമ്പിളായും മനോഹരമായും ചൈനീസ് നമുക്ക് ഈ ചാനലിൽ കൂടി പഠിക്കാം. സായിച്ചിയാൻ.